ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മൾ ഇന്ന് വീഡിയോ ചെയ്യുന്നത് നമ്മുടെ ബിടെക് അതായത് എഞ്ചിനീയറിംഗ്കാർക്കുള്ള 2024 സ്കീം അനുസരിച്ചിട്ടുള്ള കെമിസ്ട്രി ക്ലാസ്സുകളാണ്. അതായത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് ഗ്രൂപ്പ് എയിലും ഗ്രൂപ്പ് ബിയിലും വരുന്ന കെമിസ്ട്രിയുടെ സിലബസ് കെമിസ്ട്രി ക്ലാസ്സുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് മൊത്തത്തിൽ 4 മൊഡ്യൂളുകളാണ് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. അത് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. ഇതിനകത്ത് ഇലക്ട്രോ കെമിസ്ട്രിയും കൊറോഷനും ഒക്കെ നമ്മൾ +2 ക്ലാസ്സുകളിൽ പഠിച്ച സിലബസ് തന്നെയാണ്. അതിനോടൊപ്പം തന്നെ കുറച്ചും കൂടെ അഡ്വാൻറ്റേജസ് ആയിട്ട് കുറച്ചും കൂടെ കാര്യങ്ങൾ നമുക്ക് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസിൽ പഠിക്കാനുണ്ട്. അതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. സെക്കൻഡ് മൊഡ്യൂള് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ് ആണ്. അത് നമുക്ക് പേര് കേൾക്കുമ്പോൾ ഒരു പുതിയ ചാപ്റ്ററുകൾ പോലെ തോന്നുമെങ്കിലും അതിനകത്ത് നമ്മൾ പഠിച്ചിട്ടുള്ള പോളിമേഴ്സും അതിൻ്റെ ക്ലാസിഫിക്കേഷനും അതിൻ്റെ പ്രിപ്പറേഷൻസും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് പുതിയ പുതിയ ടേംസുകളും നമുക്ക് ആ ചാപ്റ്ററിൽ പഠിക്കാനുണ്ട്. അതാണ് മൊഡ്യൂള് 2. മൊഡ്യൂൾ 2 ഏതാണ്? മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. അത് തികച്ചും നമുക്കൊരു പുതിയ ചാപ്റ്റർ തന്നെയാണ്. മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. അതിൽ നമ്മൾ കുറച്ച് പുതിയ പുതിയ കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. നാലാമത്തെ ടോപ്പിക്കാണ് നാലാമത്തെ മൊഡ്യൂളാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. കഴിഞ്ഞ കുറച്ച് നമ്മുടെ +2 ടോപ്പിക്സ് ഒക്കെ ഡിലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രി ഒക്കെ സിലബസിൽ ഉണ്ടായിരുന്നതാണ്. അത് ഡിലീറ്റ് ചെയ്ത് മാറ്റിയത് കൊണ്ട് നമ്മൾ അത് പഠിച്ചിട്ടുണ്ടായിരിക്കില്ല. എങ്കിലും നമുക്ക് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറയുന്നതും നമുക്ക് അറിയാവുന്ന കുറേ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ചാപ്റ്ററുകളാണ്. പിന്നെ കുറച്ചും കൂടെ ഡീറ്റെയിൽസ് ആയിട്ട് പഠിക്കാനുണ്ട്. അങ്ങനെ 4 മൊഡ്യൂളുകളാണ് നമുക്ക് ബിടെക് 2024 സ്കീം അനുസരിച്ചിട്ട് ഗ്രൂപ്പ് എ ആൻഡ് ബി, അതായത് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി ഫോർ ഇൻഫർമേഷൻ സയൻസ് ആൻഡ് ഇലക്ട്രിക്കൽ സയൻസ് എന്ന് പറയുന്ന ഗ്രൂപ്പിന് നമുക്ക് കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത് മൊത്തത്തിൽ 4 മൊഡ്യൂളുകളാണ്. ഏതൊക്കെയാണ് ആ മൊഡ്യൂളുകൾ എന്ന് മനസ്സിലായില്ലേ? ഒന്നാമത്തെ മൊഡ്യൂളാണ് ഇലക്ട്രോ കെമിസ്ട്രി ആൻഡ് കൊറോഷൻ സയൻസ്. രണ്ടാമത്തെ മൊഡ്യൂളാണ് മെറ്റീരിയൽസ് ഫോർ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻസ്. മൂന്നാമത്തെ മൊഡ്യൂളാണ് മോളിക്കുലാർ സ്പെക്ട്രോസ്കോപ്പി ആൻഡ് അനലിറ്റിക്കൽ ടെക്നിക്സ്. നാലാമത്തെ മൊഡ്യൂളാണ് എൻവയോൺമെന്റൽ കെമിസ്ട്രി. നമ്മൾ ഈ ക്ലാസ്സുകളൊക്കെ എല്ലാ മൊഡ്യൂൾസിൻ്റെയും ക്ലാസ്സുകൾ നമ്മൾ ഫ്രീ ആയിട്ട് യൂട്യൂബ് ക്ലാസ്സസിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. നോട്ടുകൾ കിട്ടാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഫ്രീ ആയിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അവിടെ നിന്ന് നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസ്സിൻ്റെ നോട്ടുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എല്ലാ മൊഡ്യൂളുകളും വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ സിലബസ് ബേസ് ചെയ്തിട്ടും പിന്നെ നിങ്ങളുടെ പ്രീവിയസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ബേസ് ചെയ്തിട്ടും തയ്യാറാക്കുന്ന വീഡിയോകളാണ്. ഓരോ മൊഡ്യൂളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് കാണുക. കണ്ടിട്ട് എന്തെങ്കിലും അഭിപ്രായങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങളോ ഒക്കെ നിങ്ങൾക്ക് ആ ഗ്രീഷ് ഫിസിക്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ നമുക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മാർക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്ലാസ്സുകൾ കിട്ടാനായിട്ട് ആ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം ആ ബട്ടണും അവൈലബിൾ ആകുവാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലിങ്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ഫ്രീ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ കെമിസ്ട്രി ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഓരോ മൊഡ്യൂളുകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ അറിയിക്കുക. ഓക്കെ.